അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. ഒരു വിശ്വാസി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് സാമ്പത്തികമായ കെട്ടുറപ്പുണ്ടാവുക എന്നുള്ളത്. ഒരു മനുഷ്യൻ കടബാധ്യതനായാൽ പിന്നീട് അവന് കളവ് പറയാനുള്ള പ്രേരണ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ വാക്കുകൾ ലംഘിക്കുവാനുള്ള പ്രേരണകൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പെയായി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി എന്ന പ്രാർത്ഥന. അല്ലാഹുവേ, ഞാനിതാ അഭയതേട്ടം നടത്തുകയാണ്. എന്താണ് എൻ്റെ അഭയതേട്ടം? മിനൽ മഗ്റം, മിനൽ മഅ്സമി വൽ മഗ്റമി, പാപങ്ങളിൽ പെട്ടുപോവൽ, തെറ്റുകളിൽ പെട്ടുപോകുന്നതിനെ കുറിച്ചും അതേപോലെ കടബാധ്യത എന്നിൽ പിടിപെടുന്നതിനെ കുറിച്ചും ഞാനിതാ അഭയതേട്ടം നടത്തുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുവാനുള്ള ഒരു മാർഗമാണ് സാമ്പത്തികമായി കെട്ടുറപ്പുണ്ടാവുക, സാമ്പത്തിക അച്ചടക്കമുണ്ടാവുക എന്നുള്ളത്. കടബാധ്യത കൂടിക്കൂടി വരുമ്പോൾ സ്വാഭാവികമായും നമ്മിൽ സംഭവിക്കാവുന്നത് മനസ്സമാധാനം നഷ്ടപ്പെടും, മാനസികമായ പിരിമുറുക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ കടബാധ്യത കൂടിക്കൂടി വരുമ്പോൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കടങ്ങൾ വാങ്ങുകയും തിരിച്ചു കൊടുക്കേണ്ട സമയം തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടി അവൻ വാക്കുകൾ ലംഘിക്കേണ്ടി വരുന്നു. കടബാധ്യതയുള്ളവന് വരുന്ന വലിയ ഒരു ബുദ്ധിമുട്ടാണ് അത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന നരകത്തിലും രക്ഷ തേടാൻ പ്രാർത്ഥിക്കുന്നത് പോലെ, ഖബർ ശിക്ഷയിൽ നിന്നും അഭയം തേടുന്നത് പോലെ ഇസ്തിആദത്ത് നടത്തിക്കൊണ്ടാണ് കടവിഷയത്തിലും പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്നാണ് പ്രാർത്ഥനയുടെ തുടക്കം തന്നെ. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി, നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പെയായും സലാം വീട്ടിയതിന് ശേഷവും മറ്റു പ്രാർത്ഥനകളിലുമൊക്കെ നാം ഈ പ്രാർത്ഥന പ്രാവർത്തികമാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.